Revenue is vanity, profit is sanity, but cash is reality. ആരോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ അത്? അപ്പോൾ ബിസിനസ് എത്ര വലുതായാലും അതിന്റെ സെയിൽസ് ലക്ഷങ്ങളോ കോടികളാണെങ്കിലും ആ ഒരു സെയിൽസിന്റെ പണം, അതായത് ക്യാഷ് കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നില്ലെങ്കിൽ വിൽപ്പനയ്ക്ക് ഒരു അർത്ഥവും ഇല്ല ഇവിടെ. ഒരു കമ്പനി ഇപ്പോൾ തെറ്റില്ലാതെ ലാഭം ഉണ്ടാക്കുന്നതെന്നും അതേസമയം തന്നെ ഓപ്പറേഷനിൽ നിന്ന് പണം നേടുന്നതെന്നും കരുതുക. ഇപ്പോൾ ആ ഒരു ക്യാഷ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വഴികളുണ്ട് കമ്പനിയുടെ അടുത്ത്. ആ ഒരു ക്യാഷ് കൊണ്ട് കമ്പനിക്ക് ടാക്സ് അടയ്ക്കാം, കുറച്ച് ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെന്ററി മെയിൻ്റെനൻസ് ആയിട്ട് തന്നെ തിരിച്ച് ബിസിനസ്സിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യാം. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് ക്യാഷ് സ്പെൻഡ് ചെയ്യാം, അതായത് ഇപ്പോൾ ഒരു പുതിയ പ്ലാന്റ് വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാം. ഓപ്പറേഷൻസിൽ നിന്ന് ഉണ്ടാക്കിയ ക്യാഷിൽ നിന്ന് നമ്മൾ മുകളിൽ പറഞ്ഞതൊക്കെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത്, അതായത് കമ്പനിയുടെ പക്കൽ ബാക്കിയുള്ള ക്യാഷാണ് ഫ്രീ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ FCF എന്ന് പറയുന്നത്. അതായത് അവസാനം വായ്പ വാങ്ങിയവർക്ക് കൊടുത്തു തീർക്കാനോ ഇൻവെസ്റ്റേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാനോ കമ്പനി ഉപയോഗിക്കുന്ന എമൗണ്ട് ആണിത്. അപ്പം ഏത് കമ്പനിയുടെയും ലോങ് ടേം ഗ്രോത്ത് അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിക്ക് FCF പ്രധാനപ്പെട്ട ഒരു മെട്രിക് തന്നെയാണ്. അപ്പം ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കമ്പനി എത്ര സമൃദ്ധമായിട്ട് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നുവെന്ന് FCF ഇൻവെസ്റ്റേഴ്സിന് പറഞ്ഞു തരും. അപ്പം ഒരു കമ്പനിയുടെ ഫ്രീ ക്യാഷ് ഫ്ലോയും ഏർണിങ്സും കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻസിനും അതുപോലെ തന്നെ ഭാവി വളർച്ചയ്ക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ട ക്യാഷ് കമ്പനി ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ഇൻവെസ്റ്റേഴ്സിന് അറിയാൻ വേണ്ടിയിട്ട് കഴിയും. സോ ഇന്ന് തങ്ങളുടെ 52 വീക്ക് ഹൈയിൽ നിന്ന് ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്ന ഇങ്ങനെയുള്ള രണ്ട് ഉയർന്ന ഫ്രീ ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുന്ന സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി ക്വാളിറ്റി ഫിൽറ്റേഴ്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്സിന്റെ എല്ലാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മോർ ദാൻ 5,000 crores ആണ്. FCF ഓഫ് ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ മോർ ദാൻ 1,000 crores ആണ്. റിട്ടേൺ ഇക്വിറ്റി മോർ ദാൻ 25%. അതുപോലെ ലാസ്റ്റ് 5 years സെയിൽസ് ഗ്രോത്ത് CAGR മോർ ദാൻ 15%. പിന്നെ ഇന്ന് 52 വീക്ക് ഹൈയിൽ നിന്ന് ഏറ്റവും കൂടിയ ഡിസ്കൗണ്ടിലുള്ള രണ്ട് സ്റ്റോക്സ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇന്ന് നിങ്ങളിപ്പം റെഡി അല്ലേ? സോ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കമ്പനി ഏതാണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ബട്ട് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അതുപോലെ FB ഹാൻഡിൽസും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യാം. സോ ഇറ്റ്സ് മീ റിൻസി ഫ്രം ഗ്രോ മലയാളം. ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഈ ഒരു കമ്പനി ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ്, അതായത് APIs, ഇന്റർമീഡിയറ്റ്സ് അതുപോലെ ന്യൂട്രസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലീഡിംഗ് മാനുഫാക്ചർ ആണ്. അപ്പം 95-ലധികം രാജ്യങ്ങളിലേക്ക് ഈ ഒരു കമ്പനി ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിലേക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് മൾട്ടി ബാഗ് റിട്ടേൺസ് നേടിക്കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഡിവീസ് ലബോറട്ടറീസിനെ കുറിച്ചാണ്. 1037 കോടി ഫ്രീ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്ത ഈ ഒരു കമ്പനി അവർ 52 വീക്ക് ഹൈയിൽ നിന്ന് 25.3% ഡൗൺ പോയിട്ടുണ്ട്. അപ്പോൾ കമ്പനി ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് വെൽത്ത് ജനറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 10 വർഷത്തിൽ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 20% CAGR കോമ്പൗണ്ടഡ് ആയിട്ടുണ്ട്. എന്നിരുന്നാലും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കമ്പനിയുടെ ഓഹരി വില ഏകദേശം 22.88% കുറഞ്ഞു. പക്ഷേ കഴിഞ്ഞൊരു മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സ്റ്റോക്കിൽ കുറച്ച് റിക്കവറി കാണിച്ചിട്ടുണ്ട്. സോ ഇത്രയും വലിയൊരു ഡിക്ലൈൻ ഉള്ള കാരണം എന്താണ്, അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ അതിനു മുമ്പ് കമ്പനി എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കിയാലോ. കമ്പനിയുടെ ബിസിനസ്സിൽ വരുന്നതാണ് ഹൈ ക്വാളിറ്റി ജനറിക്കിന്റെ മാനുഫാക്ചർ അതുപോലെ തന്നെ സപ്ലൈ, പിന്നെ APSന്റെ കസ്റ്റം സിന്തസിസ് അതുപോലെ തന്നെ ന്യൂട്രസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിന്റെ ബിസിനസ്സും. ഈ ഒരു കമ്പനി ഇന്ത്യയിൽ മാത്രമല്ല ഉള്ളത്, ഇവർ ലോകത്തെ ലാർജസ്റ്റ് API മാനുഫാക്ചർ ആണ്. ഇന്ന് അവരുടെ ടീമിൽ ഏകദേശം 16,500 ആളുകളാണുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ പോർട്ട്ഫോളിയോയിൽ പല തെറാപ്പറ്റിക് ഏരിയാസ് ആയിട്ട് 160 പ്രൊഡക്റ്റുകളും ഉണ്ട്. കമ്പനിയുടെ പല സെഗ്മെന്റ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ജനറിക് API ബിസിനസ് ആണ് ആദ്യം വരുന്നത്. അപ്പോൾ ജനറിക് APIസിൽ കമ്പനിക്ക് 30 ലാർജ് വോളിയം ജനറിക് APIs പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആനുവൽ ബേസിസിലാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ കപ്പാസിറ്റി വരുന്നത് 10 മുതൽ 1000 ടൺസ് ആണ്. അപ്പോൾ 100-ലധികം രാജ്യങ്ങളിൽ ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ കമ്പനിക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റേജിൽ 10 APIസും ഉണ്ട്. ഇനി സെക്കൻഡ് ബിസിനസ് സെഗ്മെന്റ് വരുന്നത് കസ്റ്റം സിന്തസിസ് ആണ്. അപ്പം ഈ ഒരു സെഗ്മെന്റിൽ കമ്പനി ഗ്ലോബൽ കമ്പനികൾക്ക് വേണ്ടി APIs അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റുകൾ പല മെഡിക്കൽ ഫീൽഡുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു ബിസിനസ്സും ജനറിക് API ബിസിനസ്സും തമ്മിൽ എന്താണ് വ്യത്യാസം? ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പേറ്റന്റ് ഇല്ലാത്ത മെഡിസിൻ മാനുഫാക്ചർ ചെയ്യാനാണ് ജനറിക് API ഉപയോഗിക്കുന്നത്. അതായത് ഏതൊരു ഫാർമ കമ്പനിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ കസ്റ്റം സിന്തസിസ് മെയിൻലി ഇന്നോവേറ്റർ കമ്പനികളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കൊരു സ്പെസിഫിക് പീരീഡിലേക്ക് ആ ഒരു ഡ്രഗ് മാനുഫാക്ചർ ചെയ്യാനുള്ള പേറ്റന്റ് അതുപോലെ തന്നെ അവകാശമുണ്ട്. അപ്പം നോർമലി ഈ ഒരു ടൈപ്പ് ബിസിനസ്സിൽ പ്രൈസിങ് പവർ കൂടുതലാണ്. കാരണം നിങ്ങളുടെ മുമ്പിൽ കോമ്പറ്റേറ്റേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ കോമ്പറ്റേറ്റേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാർജിനൊക്കെ സ്ട്രോങ് ആയിരിക്കും ഇവിടെ. അപ്പം ലോകത്തെ 20 വലിയ ഫാർമ കമ്പനികളിൽ 12 എണ്ണം കമ്പനിയായിട്ട് 10 വർഷത്തിലധികം അസോസിയേറ്റഡ് ആണ്. ഇനി ലാസ്റ്റ് ബിസിനസ് സെഗ്മെന്റ് ന്യൂട്രസ്യൂട്ടിക്കൽസ്. അപ്പോൾ കമ്പനി വിശാഖപട്ടണത്തിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അതുപോലെ തന്നെ കെരാറ്റിനോയിഡ്സിന്റെ ഫിനിഷ് ഫോംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ന് കമ്പനി ഓൾമോസ്റ്റ് എല്ലാ മേജർ ഫുഡ്, ഡയറ്ററി സപ്ലിമെന്റ് അതുപോലെ തന്നെ ഫീഡ് മാനുഫാക്ചേഴ്സിന് കെരാറ്റിനോയിഡ്സ് സപ്ലൈ
സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ന്യൂട്രസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞാൽ പല ഫുഡ് സോഴ്സിൽ നിന്ന് എടുക്കുന്ന ന്യൂട്രിയൻസ് ആണ്. അതിപ്പോൾ ഹ്യൂമൻ ബീൻസിന് ഒരു അഡീഷണൽ ഹെൽത്ത് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബേസിക് ന്യൂട്രിയൻസിന്റെ കൂടെ. ഇനി കരാറ്റിനോയിഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പ്ലാന്റ്സ്, ഫ്രൂട്ട്സ്, അതുപോലെ വെജിറ്റബിൾസിലൊക്കെ കാണുന്ന നാച്ചുറൽ പിഗ്മെന്റ് ആണ്. അപ്പോൾ ഫുഡിനൊക്കെ കളർ വരാനുള്ള കാരണം ഇതാണ്. കമ്പനിയുടെ റവന്യൂ നോക്കിയാൽ കമ്പനിയുടെ ടോപ്പ് 5 പ്രൊഡക്റ്റിൽ നിന്നാണ് 60% കമ്പനിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ ടോപ്പ് 5 കസ്റ്റമേഴ്സ് ആണ് കമ്പനിയുടെ റവന്യൂയിലേക്ക് 54% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ജോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ കമ്പനി കൂടുതൽ റവന്യൂ വരുന്നത് നോർത്ത് അമേരിക്ക അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്നാണ്. ഇനി കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ക്വാർട്ടറിൽ കമ്പനിയുടെ സെയിൽസിൽ ഒരു ഇടിവ് കാണാം. ക്വാർട്ടർലി ബേസിൽ മാത്രമല്ല ഇത് കാണുന്നത്, ഇയർ ഓൺ ഇയർ ബേസിൽ നോക്കിയാൽ നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇനി കമ്പനിയുടെ മാർജിൻ നോക്കിയാൽ മാർച്ച് 2022 44% നിന്ന് ഡിസംബർ 2022 24% ഡിക്ലൈൻ ആയിട്ടുണ്ട്. അപ്പം റോ മെറ്റീരിയൽ പ്രൈസിങ് അതുപോലെ എനർജി കോസ്റ്റ് കാരണമാണ് മാർജിനൽ പ്രഷർ ഉണ്ടായതെന്ന് മാനേജ്മെന്റ് ആക്ച്വലി വിശ്വസിക്കുന്നില്ല. അപ്പം ഇവരുടെ മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന കുറച്ച് മെയിൻ മെറ്റീരിയൽസിന്റെ ഒക്കെ വിലയൊക്കെ 30% നിന്ന് 50% കൂടിയിട്ടുണ്ട്. മാത്രമല്ല ചില മെറ്റീരിയൽസ് ഒക്കെ 100% കൂടിയേക്കുന്നതും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം ഇതുകൂടാതെ കമ്പനിയുടെ ലോജിസ്റ്റിക്സ് സൈഡിലും ഷോർട്ടേജ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ COVID-19 ഉണ്ടായ ആ ഒരു സപ്ലൈ ചെയിൻ തടസ്സം കൂടാതെ ഇന്നിപ്പം ഗ്ലോബൽ സപ്ലൈ ചെയിനിൽ ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ് കാണുന്നുണ്ട്. ദിവീസ് മാനുഫാക്ചർ പോലത്തെ ഒരു കമ്പനി, അതായത് 90% റവന്യൂ എക്സ്പോർട്ടിൽ നിന്ന് വരുന്ന ഒരു കമ്പനിക്ക് ലോജിസ്റ്റിക്സ് പ്രോബ്ലംസ് വലിയൊരു ചലഞ്ച് തന്നെയായിട്ടാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഇനി കമ്പനിയുടെ അടുത്ത് മോണിറ്റർ ചെയ്യേണ്ട ഒരു കാര്യം വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ആണ്. ഫൈനാൻഷ്യൽ 2022 കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ വരുന്നത് 177 ദിവസമാണ്. ഇത് ഫൈനാൻഷ്യൽ 2021 152 ദിവസമാണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ശരിക്കും കമ്പനിക്ക് അവരുടെ കറന്റ് അസറ്റ്സിനെ ക്യാഷിലേക്ക് മാറ്റാൻ വേണ്ടി എടുക്കുന്ന ടൈമാണ്. സോ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് കുറയുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം ഇവിടെ കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് ഇത്രയും കൂടാനുള്ള ഒരു മെയിൻ കാരണം അവരുടെ എക്സ്റ്റെൻഡഡ് ഇൻവെന്ററി ഡേയ്സ് ആണ്. സോ കമ്പനി ക്യാമ്പയിൻ പ്രൊഡക്ഷൻ സ്ട്രാറ്റജിയാണ് പ്രൊഡക്റ്റുകൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. ലൈക്ക് ഇപ്പം നെപ്രോക്സിൻ, ഡെക്സ്ട്രോ മെട്രോഫൈൻ, അതുപോലെ തന്നെ ഗാബാപെന്റിന്. അപ്പം ഇവിടെ കമ്പനി അവരുടെ പ്ലാന്റ് ഫുൾ കപ്പാസിറ്റിയിൽ റൺ ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റുകളൊക്കെ വലിയ ക്വാണ്ടിറ്റിയിൽ മാനുഫാക്ചർ ചെയ്യും, എന്നിട്ട് ഫ്യൂച്ചറിൽ സ്റ്റോക്ക് ചെയ്യും. അപ്പം ഈ ഒരു സ്ട്രാറ്റജിയിൽ മൾട്ടി പർപ്പസ് പ്ലാന്റുകളൊക്കെ വേറെ പ്രൊഡക്ട്സിന് യൂസ് ചെയ്യും. പക്ഷേ ഇത് കാരണം അവർ ഇൻവെന്ററി കുറേ നാളത്തേക്ക് ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സും കൂടും. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കാം. അതുപോലെ അവരുടെ ലിസ്റ്റഡ് കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ കമ്പയർ ചെയ്യാൻ വേണ്ടി ഇന്ന് നമ്മൾ എടുക്കുന്നത് ഗ്രാനുവൽസ് ഇന്ത്യ അതുപോലെ തന്നെ ലോറസ് ലാബ്സ് ആണ്. അപ്പോൾ വാല്യൂഷൻ ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദിവീസ് ലാബ് ട്രേഡ് ചെയ്യുന്ന പ്രീമിയത്തിലാണ് ഗ്രാനുവൽസ് ഇന്ത്യ അതുപോലെ തന്നെ ലോറസ് ലാബ്സിനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ അതേ സമയത്ത് ഡെറ്റ് ടു ഇക്വിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാനുവൽസിന്റെ ഡെറ്റ് ടു ഇക്വിറ്റി വരുന്നത് 0.41 ലോറസ് ലാബ്സിന് വരുന്നത് 0.42 ആണ്. അതേ സമയത്ത് ദിവീസ് ലാബ്സ് ഡെറ്റ് ഫ്രീ ആണ്. അപ്പോൾ 3 പേര് വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് സെയിൽസ് ഗ്രോത്ത് ഉള്ളത് ലോറസ് ലാബ്സിനാണ്. അപ്പോൾ ആർഒന്റെ ടേംസിലും നോക്കുകയാണെങ്കിൽ ദിവീസ് ലാബ്സ് ആണ് ഔട്ട് പെർഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ സെക്കൻഡ് കമ്പനി ഏതാണെന്നുള്ളത് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്കറിയാവോ ആദിത്യ ബിർല ഗ്രൂപ്പിന്റെ ഫസ്റ്റ് റിഫൈനറി ഏതാണെന്ന്? അപ്പോൾ ആദിത്യ ബിർല ഗ്രൂപ്പ് അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ പെട്രോ കെമിക്കൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അതായത് HPCL ഒന്നിച്ചാണ് മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ ഫെസിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. പക്ഷേ 2003 ONGC ആദിത്യ ഗ്രൂപ്പിന്റെ സ്റ്റേക്ക് വാങ്ങിച്ചിരുന്നു. സോ അതിനുശേഷം അവരാണ് കമ്പനിയുടെ മെജോറിറ്റി ഷെയർ ഹോൾഡർ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ ലിമിറ്റഡ് ആണ്. ഷോർട്ടിൽ നമ്മൾ MRPL എന്ന് പറയും. ഏവിയേഷൻ ഫ്യൂൽ ആൻഡ് പെട്രോളിയം പ്രൊഡക്ട്സിന്റെ ട്രേഡിംഗ് ബിസിനസ്സിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് MRPL. അപ്പം ഇവരുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് അതുപോലെ ട്രാൻസ്പോർട്ട് ടെർമിനൽസ് വഴി ആണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവർ ക്രൂഡ് ഓയിൽ പ്രോസസ്സിംഗ് അതുപോലെ റിഫൈനിങ് കപ്പാസിറ്റി ഒക്കെ ഇവരുടെ വരുന്നത് 15 മില്യൺ മെട്രിക് ടൺസ് പെർ ആനം ആണ്. 5662 കോടി ഫ്രീ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്ത ഒരു കമ്പനി അവർ 52 വീക്ക് ഹൈയിൽ നിന്ന് 51.2% ഡൗൺ പോയിട്ടുണ്ട്. അപ്പോൾ ലോക്കലി പ്രൊഡ്യൂസ് അതുപോലെ പ്രോസസ്ഡ് ക്രൂഡ് ഓയിലിന്റെ മുകളിലുള്ള വിൻ ടാക്സ് റിവിഷൻ കാരണമാണിത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ഈ വിൻ ടാക്സ് എന്നുള്ളത് അല്ലേ? അപ്പോൾ MRPL ആയിട്ട് ഇതിന് എന്താണ് ബന്ധമെന്നും. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇന്ത്യ ആദ്യമായിട്ട് എനർജി കമ്പനികളുടെ മുകളിൽ വിൻഫാൾ ടാക്സ് ഇമ്പോസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പം വിൻഫാൾ ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ മുകളിൽ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ഒരു അഡീഷണൽ ടാക്സ് ആണ്. ഇപ്പോൾ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിന് മുകളിൽ അഡീഷണൽ ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരുടെ ബിസിനസ് അതുപോലെ പ്രോഫിറ്റ് ഒക്കെ അത് മോശമായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് റിഫൈൻഡ് ക്രൂഡ് പ്രൊഡക്ട്സ് ലൈക്ക് ഇപ്പോൾ പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ഫ്യൂവലിന്റെ ഒക്കെ മുകളിൽ വിൻഫാൾ ടാക്സ് കഴിഞ്ഞ വർഷം പകുതി ആയപ്പോൾ ഇമ്പോസ് ചെയ്തപ്പം കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ടിൽ അതൊരു ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ടാക്കി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം Q3 നഷ്ടത്തിന് ശേഷം MRPLന്റെ ഷെയറിന് നല്ല രീതിയിലാണ് ഉള്ളത്. അത് അവരുടെ 1 ഇയർ സ്റ്റോക്ക് പ്രൈസ് മൂവ്മെന്റിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇനി 5 വർഷത്തെ റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിസപ്പോയിന്റിംഗ് ആണ്. ഇതിപ്പോൾ ഒരു പ്രൈസ് മൂവ്മെന്റ് കാര്യം മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് MRPLന്റെ ബിസിനസിനെ കുറിച്ച് നമുക്ക് കാര്യമായിട്ടൊന്ന് നോക്കിയാലോ. ഇന്ന് കർണാടകയിൽ ഫ്യൂൽ ഡിമാൻഡിന് MRPLന് വലിയൊരു റോൾ ഉണ്ട്. ഒരു ഓയിൽ റിഫൈനറി ആയിട്ട്
ആയിട്ട് മാത്രമല്ല ഒരു മേജർ റീറ്റെയിൽ പ്ലെയർ ആയിട്ടും കൂടിയും അവരുടെ റിഫൈൻഡ് പ്രൊഡക്ട്സ് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ തന്നെ റീറ്റെയിൽ നെറ്റ്വർക്ക് ത്രൂ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയാണ്, ഓയിൽ റിഫൈനറി എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ക്രൂഡ് അല്ലെങ്കിൽ പെട്രോളിയം ഒക്കെ ഡീസൽ ഫ്യൂവൽ ഓയിൽ, ഹീറ്റിംഗ് ഓയിൽ, കെറോസിൻ അതുപോലെ തന്നെ ലിക്വിഡ് പെട്രോൾ ഗ്യാസ് ഒക്കെ ആയിട്ട് മാറ്റുന്നത്. അപ്പം MRPL അവരുടെ റിഫൈൻഡ് ഫ്യൂൽ അവരുടെ റീറ്റെയിൽ ബ്രാൻഡായ ഹൈക്യൂവിന്റെ കീഴിൽ വിൽക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ MRPL കേരളത്തിലും ഗോവയിലും എക്സ്പാൻഡ് ചെയ്യും. കമ്പനി ഫേർണേസ് ഓയിൽ, ഹൈ സ്പീഡ് ഡീസലിലൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് ഡയറക്ട്ലി അവരുടെ കൺസ്യൂമേഴ്സിലേക്ക്. അപ്പോൾ ഷെല്ലായിട്ടുള്ള ജോയിന്റ് വെഞ്ചറിന് ശേഷം MRPL ഇന്ത്യൻ എയർപോർട്ട്സിൽ ഏവിയേഷൻ ടർബൈൻ ഫ്യൂൽ സെയിലിലേക്ക് കയറിയിട്ടുണ്ട്. ലാസ്റ്റ്ലി പെട്രോ കെമിക്കലിന്റെ സെയിലിലേക്ക് കമ്പനി ഇൻവോൾവ് ആണ്. അപ്പോൾ മാൻപോൾ ബ്രാൻഡ് വഴി പോളിപ്രോപ്പിലിൻ. അപ്പോൾ ഫൈനാൻഷ്യൽ 2023 17.14 മില്യൺ മെട്രിക് ടണ്ണോടെ. അപ്പം MRPL ഇതുവരെ ഉള്ളതിൽ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ അതുപോലെ പ്രോസസ്സിംഗ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇയറിൽ 31 റീറ്റെയിൽ സ്റ്റോറുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അവരുടെ റീറ്റെയിൽ സ്റ്റോറിന്റെ എണ്ണം 63 ആയിട്ടുണ്ട്. ഫൈനാൻഷ്യൽ 2023 Q2 അതുപോലെ തന്നെ Q3 വിൻഫാൾ ടാക്സിന്റെ ഇമ്പാക്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇത് കാരണം അവരുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഡിസംബർ 2022 ശേഷം ഇന്ത്യൻ ഗവൺമെന്റ് വിൻഫാൾ ടാക്സ് നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ജാനുവരി മുതൽ ഫെബ്രുവരി 2023 ഇടയ്ക്ക് വിൻഫാൾ ടാക്സ് 1900 പെർ ടൺസ് ആണ്. ഇത് നവംബർ മുതൽ ഡിസംബർ 2022 ഇടയ്ക്ക് 10,200 ടൺസ് പെർ ആനായിരുന്നു. സോ ഈ ഒരു ഇമ്പാക്ട് Q4 ഫൈനാൻഷ്യൽ ഇയർ നമ്പേഴ്സിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു സെയിം ക്വാർട്ടറിൽ MRPLന്റെ റവന്യൂ Q-on-Q ചെറിയൊരു ഡിക്ലൈൻ കാണാം. പക്ഷേ മാർജിനിൽ വലിയൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അപ്പം ഇതിനുള്ള മെയിൻ കാരണം Q3 വെച്ച് നോക്കുമ്പോൾ വിൻഫാൾ ടാക്സ് കുറഞ്ഞതാണ്. അത് കാരണം കഴിഞ്ഞ 3 വർഷത്തിൽ ഏറ്റവും അധികം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് MRPL റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി MRPLന്റെ ബാലൻസ് ഷീറ്റിലെ ഡെറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2023 ഫൈനാൻഷ്യൽ ഇയറിൽ അവർ ഒരുപാട് ഡീലിവറേജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ഡെറ്റ് ലെവൽ പ്രീ പാൻഡമിക് ലെവലിനേക്കാളും ഒരുപാട് കൂടുതലാണ് ഇപ്പോഴും. അതുപോലെ തന്നെ അവരുടെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ വരുന്നത് 1.72 ആണ്. അതുപോലെ തന്നെ കറന്റ് റേഷ്യോ 0.99. സോ നിങ്ങൾ അവരുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് സൂക്ഷിച്ച് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കറന്റ് റേഷ്യോ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എത്ര നന്നായിട്ടാണ് കമ്പനി അവരുടെ ഷോർട്ട് ടേം ഡെറ്റ് ഒബ്ലിഗേഷൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളത്. അപ്പോൾ ഐഡിയലി 1.5 എബോ ആയിരിക്കണം. ഇനി ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ എൻറ്റിറ്റീസിൽ വലിയ പ്ലേയേഴ്സ് ആണ് ഉള്ളത്. ലൈക്ക് ഇപ്പോൾ ONGC, HPCL ഒക്കെ. അപ്പോൾ ONGC അതുപോലെ HPCL ഒന്നിച്ച് MRPL 88.58% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 ക്വാർട്ടറിൽ അവർ സ്റ്റേക്ക് പബ്ലിക്കിന് വിറ്റിട്ടുണ്ട്. അതായത് ഡിസംബർ 2022 അതുപോലെ മാർച്ച് 2023 കമ്പനിയുടെ പബ്ലിക് ഹോൾഡിംഗ് 10% പോയിട്ടുണ്ട്. അതേസമയത്ത് ഫോറിൻ അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ താഴേക്കും പോയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്, ജാനുവരി 2023 ONGC MRPL അതുപോലെ തന്നെ HPLനെ മെർജ് ചെയ്യാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. MRPL മാംഗ്ലൂർ പോർട്ടിന്റെ അടുത്തായതുകൊണ്ട് തന്നെ ലൊക്കേഷൻ അഡ്വാൻറ്റേജ് ഉണ്ട് അവർക്ക്. അപ്പോൾ ഇവരുടെ മെയിൻ റോ മെറ്റീരിയൽസിന്റെ ലോജിസ്റ്റിക് ഹാൻഡ്ലിംഗ് ഒക്കെ ഇവർക്ക് എളുപ്പമാണെന്ന് മാത്രമല്ല കോസ്റ്റ് എഫക്റ്റീവും കൂടിയാണ്. പക്ഷേ ഇതൊരു PSU കൺട്രോൾഡ് കമ്പനി ആയതുകൊണ്ടും അതുപോലെ തന്നെ കമ്മോഡിറ്റി ബിസിനസ്സിൽ ഒരുപാട് റെഗുലേഷൻ അതുപോലെ ഇൻഹറൻറ്റ് സൈക്ലിക്കാലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ MRPLന്റെ ബിസിനസ് ഇന്റർനാഷണൽ ക്രൂഡ് ഓയിൽ പ്രൈസ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് ഹൈലി വൾണറബിൾ ആണ്. സോ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ ഒരിക്കലും കോൺസ്റ്റന്റ് അല്ല. ഇനി നമുക്ക് MRPLന്റെ കുറച്ച് ഫൈനാൻഷ്യൽ നമ്പേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ അവർ ലിസ്റ്റഡ് കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അതുപോലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഇന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ MRPL ട്രേഡ് ചെയ്യുന്ന P റേഷ്യോ 4ലാണ്. അപ്പോൾ IOCLനേക്കാളും ഒരുപാട് കുറവാണ് വാല്യൂഷൻ. പക്ഷേ CPCLന്റെ P വരുന്നത് 1.27 ആണ്. സോ ഇതാണ് 3 കമ്പനികളിൽ ഏറ്റവും കുറവ്. അപ്പോൾ ഇൻഫാക്ട് CPCLന്റെ ഡെറ്റ് ടു ഇക്വിറ്റി MRCL അതുപോലെ IOCLനേക്കാളും ഒരുപാട് കുറവാണ്. പക്ഷേ 5 വർഷത്തെ ROE അതുപോലെ തന്നെ സെയിൽസ് ഗ്രോത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ CPCL ആണ് ബാക്കി 2 കമ്പനിയേക്കാളും മുമ്പിൽ നിൽക്കുന്നത്. സോ ഇതായിരുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച 2 കമ്പനികൾ. അതായത് ഹൈ ഫ്രീ ക്യാഷ് ഫ്ലോ അല്ല 52 വീക്ക് ഹൈയിൽ നിന്ന് വലിയ ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്ന 2 കമ്പനികൾ. അപ്പം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇതിൽ ഏതെങ്കിലും സ്റ്റോക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ എല്ലാം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. സോ നമുക്ക് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ലേറ്റസ്റ്റ് മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.